ഹലോ, നമുക്കൊന്ന് പുറത്ത് പോയിട്ട് വന്നാലോ? ഇന്ന് നമുക്കൊരു ഓർഡർ സെറ്റ് ചെയ്യാനുണ്ട്. അത് ഇന്നലെ ഡെലിവറി ചെയ്യാൻ വേണം. ഡെലിവറി ചെയ്യുന്നത് എൻ്റെ ഫ്രണ്ടിൻ്റെ വീട്ടിലാണ്. അവളുടെ കോളേജിലുള്ള ഒരു ഫ്രണ്ട് തന്നിട്ടുള്ള ഒരു ഓർഡർ. അപ്പോൾ ഇന്ന് നമുക്ക് സുഡിയോയിലും പോകാമെന്ന് വിചാരിച്ചു. കുറേ സെയിൽസും കാര്യങ്ങളൊക്കെ നടക്കുന്നുണ്ടല്ലോ. അപ്പോൾ ഓഫറും കാര്യങ്ങളൊക്കെ എങ്ങനെയാണെന്നൊക്കെ അറിഞ്ഞിട്ട് വരാമെന്ന് വിചാരിച്ചു. ഞാൻ ഈ യൂസ് ചെയ്യുന്ന പെർഫ്യൂം ബെല്ല വിറ്റയുടെ സിയോ വുമൻ എന്ന് പറഞ്ഞിട്ടുള്ള പെർഫ്യൂമാണ്. ഇത് നല്ല പെർഫ്യൂമാട്ടോ. പിന്നെ ഞാൻ ഈ ഹെൽമെറ്റൊക്കെ വെച്ച് പോകുന്ന മഴ ഉണ്ടാവില്ല എന്നുള്ള പ്രതീക്ഷയിലാണ്. ഭാഗ്യത്തിന് മഴയൊന്നും ഉണ്ടായിരുന്നില്ല. വണ്ടിമേ തന്നെ നമുക്ക് പോകാൻ വേണ്ടിയിട്ട് പറ്റിയിട്ടുണ്ടായിരുന്നു. ഞാൻ ഇട്ടിട്ടുള്ള ഈ കോസ്റ്റ്യൂം നമ്മുടെ തന്നെ പേജിലുള്ള ഫെം ഷറ്ററിലുള്ള കഫ്താനാണ്. നല്ല കംഫർട്ടബിളുമാണ് ഇത് ഇടാൻ വേണ്ടിയിട്ട്. ആൻഡ് നമ്മൾ ഷോപ്പിലെത്തി ഫ്രെയിമൊക്കെ നോക്കി വെച്ചു. ആൻഡ് നമ്മൾ ആ പ്രിൻ്റൊക്കെ എടുത്തിട്ട് അതിലേക്ക് മാച്ച് ആയിട്ടുള്ളൊരു ഫ്രെയിമും നമ്മൾ എടുത്തിട്ട് പുരൺ ചെയ്ത് ആൻഡ് പോകുന്ന വഴിക്ക് നമ്മൾ പെട്രോളൊക്കെ അടിച്ചു. അങ്ങനെ സുഡിയോയിലെത്തിയപ്പോൾ ഞാൻ വിചാരിച്ച അത്ര സെയിലും ഓഫേഴ്സും കാര്യങ്ങളൊന്നും ഉണ്ടായിരുന്നില്ല. എന്നാലും ചില സെക്ഷൻസിലൊക്കെ ഉണ്ടായിരുന്നു. പിന്നെ ഞാൻ അവിടുത്തെ കളക്ഷൻസൊക്കെ നോക്കി. അത്യാവശ്യം കുഴപ്പമില്ലാത്ത കളക്ഷൻസും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു. ചിലതൊക്കെ ഞാൻ ഒന്ന് വെച്ച് നോക്കുകയൊക്കെ ചെയ്തു. പിന്നെ നമ്മൾ ഫുഡ് വെയർ കളക്ഷൻസ് നോക്കി. അതിൽ കുറേയൊക്കെ ഓൾമോസ്റ്റ് കാലിയായിട്ടുണ്ട്. പിന്നെ ഞാൻ മെൻസ് സെഷനിൽ നോക്കി. അതിലും കുറച്ച് കളക്ഷൻസൊക്കെ എനിക്ക് ഇഷ്ടപ്പെട്ടു. പിന്നെ പുതിയതായിട്ട് കുറേ സ്കിൻ കെയറും കാര്യങ്ങളൊക്കെ വന്നിട്ടുണ്ട്. അപ്പോൾ അതൊക്കെ ഒന്ന് നോക്കി. ഐ മാസ്ക്, ലിപ്പ് മാസ്ക്, മോയ്സ്ചറൈസർ, ഫേസ് വാഷ് തുടങ്ങിയിട്ടുള്ള കുറച്ച് കാര്യങ്ങളൊക്കെ പുതിയതായിട്ട് വന്നിട്ടുണ്ട്. അപ്പം ഞാനും കുറച്ച് സാധനങ്ങളൊക്കെ വാങ്ങിച്ചു. ഈ ക്യൂ കണ്ടപ്പോഴാണ് എനിക്ക് തോന്നിയത് ഇത്രയും അധികം ഓഫേഴ്സ് ഇവിടെ പോകുന്നുണ്ടോ എന്നുള്ളത്. എനിക്കെന്നെ സംശയമായിപ്പോയി ഈ ക്രൗഡ് കണ്ടപ്പോൾ. നമ്മൾ തിരിച്ചു പോരുന്ന സമയത്ത് ടീ ടോക്കിൽ കയറിയിട്ട് നമ്മൾ ലോഡഡ് ഫ്രൈസ് ഓർഡർ ചെയ്തു. അപ്പം നമ്മൾ അത് കിട്ടാൻ വേണ്ടിയിട്ട് ഞാനിങ്ങനെ വെയിറ്റ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. എപ്പോൾ വരും എന്ന് നോക്കിയിട്ട്. ഞാനിങ്ങനെ പോകുന്നത് നോക്കണ്ട. ലോഡഡ് ഫ്രൈസ് കിട്ടിയ സന്തോഷത്തിൽ ഞാൻ മനസ്സിൽ തുള്ളി ചെടിക്കൊണ്ടാണ് പോകുന്നത്. പിന്നെ വീട്ടിലെത്തി ഫുഡൊക്കെ കഴിച്ച് വർക്ക് സ്റ്റാർട്ട് ചെയ്തു. എന്താ 2 പ്രിൻ്റ് എന്ന് വിചാരിക്കുന്നുണ്ടാവും. നമ്മൾ ഷോപ്പിൽ നിന്ന് പ്രിൻ്റ് എടുത്ത സമയത്ത് അവർക്ക് സൈസ് ചേഞ്ച് ചെയ്തിട്ട് താഴെയുള്ള ആ ഫോട്ടോ ആണ് എടുത്തത്. എനിക്ക് ഫോട്ടോ കണ്ടപ്പോൾ തന്നെ മനസ്സിലായി സൈസ് മാറിയിട്ടുണ്ട് എന്നുള്ളത്. മിസ്റ്റേക്ക് പറ്റിപ്പോയി എന്ന് വിചാരിച്ചിട്ട് നമുക്കത് വെച്ച് അഡ്ജസ്റ്റ് ചെയ്യാൻ പറ്റില്ല. നമുക്ക് നമ്മുടെ പ്രൊഡക്റ്റിൻ്റെ ക്വാളിറ്റി ഒരിക്കലും കോംപ്രമൈസ് ചെയ്യാൻ പറ്റില്ല. അതുകൊണ്ട് നമ്മൾ എക്സ്ട്രാ പ്രിൻ്റ് എടുക്കുകയാണ് ചെയ്തിട്ടുണ്ടായിരുന്നത്. പിന്നെ ഈ കാർഡ് നമ്മൾ മുകളിൽ വെച്ചിട്ട് ടൈ ചെയ്യുകയാണ് ചെയ്തത്. നമ്മളവിടെ ഡെലിവറി ചെയ്യാൻ വേണ്ടി സ്ഥലത്തെത്തി. ഇവളെന്താ കുയിന്ത് കാട്ടി നിൽക്കുന്നതെന്നറിയോ? ഇവളെ വരുന്ന വഴിക്ക് ഞാൻ പിക്ക് ചെയ്യാമെന്ന് പറഞ്ഞ് അരമണിക്കൂർ പോസ്റ്റാക്കി. അതിൻ്റെ പരിഭവത്തിലാണ് അവൾ നിൽക്കുന്നത്. അവിടെ നിന്ന് കമ്പൊക്കെ കഴിച്ചു. ഇതെന്താണെന്നറിയോ? ഞാൻ എൻ്റെ പേജ് സ്റ്റാർട്ട് ചെയ്യുന്ന സമയത്ത് ഓൾമോസ്റ്റ് 4 years ബാക്ക് ഞാൻ അവളുടെ ബർത്ത്ഡേക്ക് കൊടുത്ത റിംഗ് ആൽബ. അത് അവളിപ്പോൾ എടുത്ത് വെച്ച് കണ്ടപ്പോൾ ഭയങ്കര സന്തോഷമായി. ആൻഡ് അതിൽ കൊടുത്ത ബുക്ക് മാർക്ക്, എൻ്റെ പേജിൻ്റെ കാർഡ്, എന്തെങ്കിലും അതിലൊട്ടിച്ച് സ്റ്റിക്കർ വരെ അവളിപ്പോൾ